നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ 9 മണി വാർത്തയിൽ വാർത്തകൾ വിശദമായി ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിനു മുൻപ് ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങിയത് പ്രേക്ഷകരുടെ കണ്ണും മനസ്സും ഒക്കെ നിറയുന്ന ഒരു ഓണ സമ്മാനം ന്യൂസ് 18 നൽകിക്കൊണ്ടാണ്. അതൊരു ഓണപ്പാട്ടായിട്ടാണ് ഞങ്ങൾ ആ സമ്മാനം നിങ്ങളിലേക്ക് എത്തിച്ചത്. എല്ലാ വർഷവും കൃത്യമായി ഞങ്ങൾ അങ്ങനെ ഒരു ഓണപ്പാട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. എന്തായാലും ഇന്നത്തെ ദിവസം തുടക്കത്തിൽ നമ്മൾ കേട്ട ആ ഓണപ്പാട്ട് ഒരിക്കൽ കൂടി കേട്ടുകൊണ്ട് നമുക്ക് 9 മണി വാർത്തയിലേക്ക് പോകാം. ഓണം വന്നോണം വന്നേ നാടെങ്ങും ഓണം വന്നേ നോക്കാം പ്രധാന വാർത്തകൾ വേഗത്തിൽ. അമേരിക്ക സൃഷ്ടിച്ച ചുങ്കപ്പോരിനിടെ ലോകം ഉറ്റുനോക്കുന്ന നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാഷ്ട്ര നേതാക്കളുടെ കൂടിക്കാഴ്ച ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മോദിയെ കാണും. പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത് 7 വർഷത്തിനു ശേഷം. ആഗോള അയ്യപ്പ സംഗമത്തിനെ NSS അനുകൂലിച്ചാലും സർക്കാരിന് മുന്നിലെ പ്രതിസന്ധി തീരുന്നില്ല. പെരുന്നയിൽ നിന്നുള്ള പിന്തുണ ഉപാധികളോടെ മാത്രം. BJPയുടെ എതിർപ്പ് NSSന്റെ ഭാവി തീരുമാനങ്ങളിൽ നിർണായകമാകും. കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും എന്നത് ശ്രദ്ധേയം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട്ട് എത്തിയേക്കുമെന്ന് സൂചന. എത്തിയാൽ തടയാൻ BJP. നിലപാട് മയപ്പെടുത്തി കോൺഗ്രസ്. രാഹുൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് പാർട്ടിയിൽ ഭൂരിപക്ഷാഭിപ്രായം. നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് പോലീസിൽ പരാതിയില്ലെന്ന വാദം. ആരോപണം ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കാനുള്ള നീക്കവുമായി ക്രൈംബ്രാഞ്ച്. വയനാട്ടിലേക്ക് ചുരം കടക്കാതെ എത്താനുള്ള ആനക്കാമ്പോയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിന് ഇന്ന് തുടക്കം. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. 8.7 കിലോമീറ്റർ പാതയുടെ നിർമ്മാണ ചുമതല തുരങ്കങ്ങളിലൂടെ ട്രെയിൻ ഓടാൻ വഴിവെട്ടിയ കൊങ്കൺ റെയിൽ കോർപ്പറേഷന്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ദേശീയപാത ബൈപ്പാസിൽ വാഹനാപകടത്തിൽ ടെക്നോ പാർക്ക് ജീവനക്കാരൻ മരിച്ചു. അപകടം ഇന്നലെ രാത്രി 12ഓടെ. മരിച്ചത് ബാലരാമപുരം സ്വദേശി ഷിബിൻ. യുവതിയടക്കം 2 പേർ ഗുരുതരാവസ്ഥയിൽ. അപകടം റേസിംഗിനിടെയെന്ന് സംശയം. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയെ ആക്രമിച്ചവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ്. കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ. ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമം തുടങ്ങിയെന്ന് പോലീസ്. ഷാജൻ സ്കറിയ ആക്രമിക്കപ്പെട്ടത് ഇന്നലെ രാത്രി തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ച്. നാടിനെ അന്നമൂട്ടുന്നവർക്ക് ഓണത്തിന് പട്ടിണി. സപ്ലൈകോയ്ക്ക് നെല്ല് നൽകിയ മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്ത പൊന്നാനിയിലെ കോൾ കർഷകർ സമരത്തിന്. 3000-ഓളം കർഷകർക്ക് കിട്ടാനുള്ളത് 18.5 കോടിയോളം രൂപ. കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസ് പ്രതി അനൂപ് മാലിക്കിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. അറസ്റ്റിലായത് ഇന്നലെ കാഞ്ഞങ്ങാട്ട് നിന്ന്. പോലീസ് വലയിലാക്കിയത് കർണാടകത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ. പൊട്ടിത്തെറിയുണ്ടായ വീട്ടിലെത്തിച്ച് ഇന്ന് തെളിവെടുപ്പിനും സാധ്യത. ഇടുക്കി ചെറുതോണി ഡാമുകളിൽ സെപ്റ്റംബർ 1 മുതൽ നവംബർ 30 വരെ പൊതുജനങ്ങൾക്ക് സന്ദർശനാനുമതി. 3 മാസക്കാലം ബഗ്ലി കാറുകളിൽ സഞ്ചരിച്ച് ഡാമിലെ കാഴ്ചകൾ കാണാം. ബുധനാഴ്ചകളിൽ പ്രവേശനമുണ്ടാവില്ല. മഴ ശക്തമായാൽ സന്ദർശനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. പാലക്കാട് മീനാക്ഷിപുരത്ത് മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങി കുഞ്ഞിന് ദാരുണാന്ത്യം.
മരിച്ചത് മീനാക്ഷിപുരം ഉന്നതിയിലെ പാർത്ഥിബൻ സംഗീത ദമ്പതികളുടെ 4 മാസം പ്രായമായ മകൾ. കുഞ്ഞിന് പോഷകാഹാരക്കുറവുണ്ടായിരുന്നതായും കുടുംബം. പാർത്ഥിബന്റെയും സംഗീതയുടെയും ആദ്യത്തെ കുഞ്ഞ് 2 വർഷം മുൻപ് മരിച്ചതും സമാന രീതിയിൽ. കോതമംഗലത്ത് കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണു. കുട്ടിയാന വീണത് വിച്ചാഡ് വർഗീസിന്റെ പുരയിടത്തിലെ കിണറ്റിൽ. കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. കാട്ടാന പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ആനയെ വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ പ്രദേശവാസികൾ. കശ്മീരിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നെത്തും. ഷോത്തിലും ഖത്രയും സന്ദർശിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി കശ്മീരിലെത്തുന്നത് 2 ദിവസത്തേക്ക്. വിശദമായി നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെയാണ് അദ്ദേഹം ചൈനയിലെത്തിയത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഉഭയകക്ഷി ചർച്ചയും പ്രധാനമന്ത്രി നടത്തും. ഇരു നേതാക്കളും ഇന്ത്യ ചൈന സാമ്പത്തിക ബന്ധങ്ങൾ വിലയിരുത്തും. അമേരിക്ക ഉയർന്ന തീരുവ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ന് നടക്കുന്ന യോഗം അത് അതീവ നിർണായകമാണ്. MG മിഥുൻ നൽകും വിവരങ്ങൾ. മിഥുൻ, ലോകം ഉറ്റുനോക്കുകയാണ് ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അതീവ നിർണായകമാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. 7 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ചൈനയെ സന്ദർശിക്കുന്നതെന്ന പ്രത്യേകത കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും, എന്ത് പ്രതീക്ഷിക്കണം? ഊഷ്മളമാകുമോ ഇന്ത്യ ചൈന ബന്ധം? ഭവ്യ, വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ലോകമുറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് ഇപ്പോൾ വേദിയാകാൻ പോകുന്നത്. ചൈനയിൽ അല്പസമയത്തിനകം, അതായത് ഇന്ത്യൻ സമയം കൃത്യമായി പറഞ്ഞാൽ 9:30 ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച ആരംഭിക്കും. അതിൽ പ്രധാനപ്പെട്ട ചില കരാറുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഇരു നേതാക്കളും തമ്മിൽ ധാരണയാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകമുള്ളത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ തീരുവ ഭീഷണി, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ ഒരു യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. പുതിയൊരു ലോകക്രമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ചേരി ഉരുത്തിരിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു വിദഗ്ധരുടെ അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമോ എന്നുള്ള കൂടിയാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. മറ്റു കുറേയധികം വിഷയങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ചയുടെ ഭാഗമാകുമെന്നുള്ളത് തന്നെയാണ്. ഇതിനു മുമ്പ് 2018 മോദി ചൈന സന്ദർശിച്ചത്. അതിനുശേഷം 7 വർഷത്തിനിപ്പുറമാണ് വീണ്ടും ഒരു സന്ദർശനം. ഒപ്പം തന്നെ ഷീ ജിൻപിങ്ങുമായി 2024 SCO മീറ്റിൽ റഷ്യയിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്നായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വഷളായിട്ടുള്ള ആ കലഹങ്ങൾക്ക് മഞ്ഞുരുകാൻ തുടങ്ങിയത്. അതിനുശേഷം നിർണായകമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലും ഉണ്ടായിരുന്നു. പ്രതിരോധ മന്ത്രി ചൈനയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ചൈനയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വന്ന് ചർച്ചകൾ നടത്തുന്നു. അങ്ങനെ പരസ്പരം സഹകരണവുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഈ ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഗാൽവാൻ സംഘർഷത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ വഷളാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തെന്ന് നമ്മൾ കാണുകയും ചെയ്തതാണ്. പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിന്റെ എതിരായിട്ടുള്ളൊരു നീക്കം, അത് വളരെ ശക്തിയായി ഇത്തരത്തിൽ ഏഷ്യൻ രാജ്യങ്ങൾ നിലയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. വ്ളാഡിമിർ പുടിൻ അല്പസമയത്തിന് മുമ്പ് ചൈനയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. നാളെയാണ് മോദി പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ ചർച്ചകൾ വിശദമായി നോക്കാം. എന്തൊക്കെ വിഷയങ്ങൾ ഈ മോദി ഷീ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും യുഎസിനെതിരെ ഒരു പുതിയ സാമ്പത്തിക ചേരി ഉയർന്നു വരുമെന്നുള്ളത് തന്നെയാണ് ഇവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. അതിൽ വൻ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മറ്റ് കാര്യങ്ങൾ, അതായത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ചില കരാറുകൾക്ക് ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിലുണ്ട്. ഏകദേശം 45 മുതൽ 1 മണിക്കൂർ മാത്രമാണ് ഈ ഒരു കൂടിക്കാഴ്ച നീണ്ടു നിൽക്കുന്നത്. അത്രയും സമയമാണ് ഇതുമായി ബന്ധപ്പെട്ട് അനുവദിച്ച് നൽകുകയും ചെയ്തത്. അതിലേതൊക്കെയാണ് എന്നുള്ളതാണ്, അതായത് ധാരണയിലെത്തുന്ന വിഷയങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. അതായത് ചൈന വിപണിയിൽ ഇന്ത്യൻ ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ, അതിനുവേണ്ടിയുള്ള നടപടികൾ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. അക്കാര്യത്തിൽ ഒരു കൃത്യമായ അന്തിമ തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുമെന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ സംഘർഷത്തിനൊക്കെ പിന്നാലെ കൂടുതൽ ഇവിടേക്കുള്ള ഇറക്കുമതി അത് വളരെ രീതിയിൽ കുറഞ്ഞിരുന്നു. അതിൽ ചില ഉപരോധം ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടുതൽ ശക്തമാക്കാനുള്ള ഇടപെടൽ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഈ വിതരണ ശൃംഖല 2020 മുമ്പുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമുണ്ടാകും. പ്രത്യേകിച്ച് കോവിഡൊക്കെ വന്നതിന് ശേഷം വലിയ രീതിയിൽ ചില
പ്രശ്നങ്ങളുണ്ടായിരുന്നു, വലിയ രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുൻപുണ്ടായിരുന്ന ആ ഒരു വ്യാപാരം അല്ലെങ്കിൽ പല മേഖലയിലും ഉണ്ടായിരുന്ന സഹകരണം അത് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലേക്ക് 2020 മുമ്പുണ്ടായിരുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ചൈനയിൽ നിന്നും മരുന്ന് നിർമ്മാണ അസംസ്കൃത വസ്തുക്കൾ അത് ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിവിധ രോഗങ്ങൾക്കായിട്ടുള്ള മരുന്നുകൾ, അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ അതൊക്കെ ഇവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം, അതിനുവേണ്ടിയുള്ള വഴി ഒരുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, വിസ തടസ്സം പൂർണ്ണമായി നീക്കൽ. അതായത് ഈ സംഘർഷം ഉരുത്തിരിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ പിന്നീട് കോവിഡ് വന്നിരുന്നു. ആ കോവിഡ് കാലത്ത് പൂർണ്ണമായും ഇത്തരത്തിൽ ഈ വിസ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് പൂർണ്ണമായും നിർത്തിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അത് പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ചെയ്തു. ഇന്ത്യയിലേക്കായെങ്കിലും അല്ലെങ്കിൽ ചൈനയിലേക്ക് പോകുന്നതിനുമൊക്കെ വിസ നടപടികൾ പൂർണ്ണമായും പുരോഗമിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുണ്ടാകും. ഒപ്പം തന്നെ നേരിട്ടുള്ള വിമാന സർവീസ്, അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോവിഡ് വന്നതിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള ഒരു വിമാന സർവീസ് ചൈനയിലേക്ക് ഉണ്ടായിരുന്നില്ലായിരുന്നു. അത് ക്രമാതീതമായി കുറയുകയും പിന്നീട് അത് പൂർണ്ണമായും നിർത്തലാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. അവ വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഈ ഇന്നത്തെ യോഗത്തിലുണ്ടാകും. ഇത് സംബന്ധിച്ചുള്ള ചില ധാരണകൾ നേരത്തെ വിദേശകാര്യമന്ത്രി, ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇത്തരത്തിൽ ഇന്ത്യയിൽ സന്ദർശിച്ചപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ എസ് ജയശങ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും ഒക്കെ ഇക്കാര്യത്തിലൊരു ധാരണയായിട്ടുള്ള വിവരങ്ങൾ കൂടി നമുക്ക് നേരത്തെ പുറത്തു വരികയും ചെയ്തു. അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അതൊരു വ്യക്തമായ ചിത്രം ഇന്ന് ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ അതിർത്തി നദികളിലെ ജലം പങ്കിടുന്നതിൽ ധാരണ, പ്രത്യേകിച്ച് ബ്രഹ്മപുത്ര നദീജലവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം വളരെ കാലമായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ചൈന ഒരു വലിയ ബ്രിഡ്ജ് പണിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ അക്കാര്യത്തിലൊക്കെ കൃത്യമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ആ തീരുമാനങ്ങൾ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അക്കാര്യത്തിലൊരു സംവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുമെന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, നമുക്കറിയാം അരുണാചൽ പ്രദേശ് അടക്കമുള്ള മേഖലകളിൽ ചൈനയുടെ ഒരു കടന്നുകയറ്റമുണ്ടാവും, ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതാണ്. അതിൽ നിന്ന് ഒരിക്കലും ചൈന പിന്നോട്ട് പോവുകയും ചെയ്തില്ലായിരുന്നു. ഒപ്പം തന്നെ ഇത് ചൈനയുടെ ഭാഗമാണ് എന്ന രീതിയിൽ ചില മാപ്പുകളൊക്കെ പുറത്തു വരികയും കണ്ട് അക്കാര്യത്തിലും കൃത്യമായ ഒരു ധാരണ ഇതിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഉപരോധം ഏർപ്പെടുത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈനീസ് നിർമ്മിത ആപ്പുകൾക്ക് ഇത്തരത്തിൽ ഇന്ത്യയിൽ ഉടനീളം ബാൻ ചെയ്തിരുന്നു. അതിൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പ്രധാനപ്പെട്ടത് ടിക്ടോക്കിന് അടക്കം ഇന്ത്യയിൽ വിലക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ പിൻവലിക്കുന്ന നടപടികളും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ചൈനയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചൈന പ്രധാനമായും ഒന്ന്, നമ്മൾക്കറിയാം ഈ പുതിയൊരു ലോകക്രമം ഉരുത്തിരിയുന്ന സാഹചര്യം ഉണ്ടാകും. അതിനു പിന്നാലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സഹകരണം അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി കുറച്ചധികം വിട്ടുവീഴ്ചകൾ ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടതായി വരും. അതൊക്കെ ധാരണയിലെത്തിയാൽ മാത്രമേ നമ്മളിപ്പോൾ പറയുന്നത് പോലെ തന്നെ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു വിലയിരുത്തലുള്ളത്. അതിൽ പ്രധാനമായും ചൈനീസ് നിക്ഷേപങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് അത് പൂർണ്ണമായും നീക്കണമെന്നുള്ള നിർദ്ദേശം സ്വാഭാവികമായും ഷി ജിൻപിങ് നരേന്ദ്രമോദിക്ക് മുമ്പാകെ വെക്കും. അതിൽ എന്ത് നിലപാട് ഇന്ത്യ സ്വീകരിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, 51% നിക്ഷേപം വേണമെന്നുള്ള ആവശ്യമാണ് ചൈന മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിർമ്മാണമുണ്ട്, ഊർജ്ജമുണ്ട്, വാഹനം തുടങ്ങിയ മേഖലകളാണ് ഇത്തരത്തിൽ 51% നിക്ഷേപം വേണമെന്നുള്ള ആവശ്യം ചൈന മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഒരു 25% വരെ നിക്ഷേപം അനുവദിച്ചേക്കാമെന്നുള്ള സൂചനകളാണ് ഇത്തരത്തിൽ സാമ്പത്തിക വിദഗ്ധരും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളും ഒക്കെ പങ്കുവെക്കുന്ന ചില കാര്യങ്ങൾ. അതായത് അത്രത്തോളം നൽകാൻ ഇന്ത്യ തയ്യാറായേക്കും എന്നുള്ളതാണ് ഇവർ നൽകുന്ന സൂചന. കാരണം 51% എന്ന് പറയുന്നത് അത്രത്തോളം നിക്ഷേപം ചൈനയ്ക്ക് നൽകിയാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 25% വരെ നിക്ഷേപം അനുവദിച്ചേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും എത്തും. അതൊരു പക്ഷേ ചൈന അംഗീകരിച്ചേക്കാം എന്നുള്ളത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം 2020 മുമ്പിൽ മുന്നേകിൽ ഏകദേശം 15% അല്ലെങ്കിൽ 20% ഒക്കെ നിക്ഷേപം ചൈനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത് 25% ഉയർത്താമെന്നുള്ളൊരു നിർദ്ദേശം സ്വാഭാവികമായും ഇന്ത്യ മുന്നോട്ട് വെക്കും. അത് അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യതയെന്നാണ് നമുക്ക് വിലയിരുത്തപ്പെടുന്നത്. മറ്റൊന്ന്, ഇന്ത്യയുടെ ആവശ്യങ്ങൾ നമുക്ക് പ്രധാനമായും നോക്കേണ്ടതായിട്ടുണ്ട്. ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയുടെ കയറ്റുമതി ഈ ഒരു സാഹചര്യത്തിൽ ക്രമാതീതമായി ഇടിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള അന്തരം
കുറയ്ക്കാൻ ഉള്ള ഒരു സമീപനം ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വെക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. മറ്റൊന്ന്, റെയർ എർത്തിന്റെ കയറ്റുമതി പുനരാരംഭിക്കും. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഈ റെയർ എർത്തിൻ്റെയും ഒക്കെ കയറ്റുമതി അത് കൂടുതൽ പുനരാരംഭിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം പ്രത്യേകിച്ച് മുന്നോട്ട് വെക്കും. പ്രത്യേകിച്ച് ഖനനത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ആധുനിക യന്ത്രങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ളത് ചൈനയിലാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു കണക്കുകൾ പ്രകാരം 65 മുതൽ 75% ഈ അത്യാധുനിക സംവിധാനങ്ങൾ, ഖനനത്തിനായി സഹായിക്കുന്ന ആധുനിക യന്ത്രങ്ങൾ ചൈനയുടെ പക്കലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് ഈ ഒരു ചർച്ചയിൽ ഉയർത്തിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ റഷ്യ, ചൈന, ഒപ്പം തന്നെ ഇന്ത്യ, ഈ 3 രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് മറ്റൊരു ത്രയം ഉണ്ടാകുന്നു എന്നുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു. കഴിഞ്ഞ ദിവസം ജപ്പാൻ സന്ദർശിച്ചതിനിടയിൽ അവിടുത്തെ വാർത്താ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നരേന്ദ്രമോദി ചില വാക്കുകൾ നൽകിയിരുന്നു, അല്ലെങ്കിൽ ചില പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. അതായത് ലോകത്തെ സാമ്പത്തിക ഘടനയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സൗഹൃദ ബന്ധത്തിലേക്ക് ഇന്ത്യ ചൈന ബന്ധം മാറും. തുടരുക. ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് നമുക്കൊപ്പം ചേർന്നു. ശ്രീ ഷാബു പ്രസാദ്, എന്തായാലും അതീവ നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ലോകം മുഴുവൻ അങ്ങോട്ട് ഉറ്റുനോക്കുകയാണ്. കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ സംഭവിക്കും, ഏറ്റവും പ്രധാനമായി ഇന്ത്യ ചൈന ബന്ധം അത് ഊഷ്മളമാകുമോ എന്ന് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ കൂടിക്കാഴ്ച? ഇന്ത്യ ചൈന ബന്ധം ഊഷ്മളമാകേണ്ടതും നല്ല രീതിയിൽ പോകേണ്ടതും സത്യത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും മാത്രമല്ല ലോകത്തിന്റെ തന്നെ ആവശ്യമാണ് എന്നുള്ളതൊരു സുപ്രധാന കാര്യമാണത്. കാര്യം ലോകത്തിലെ ആകെ ജനസംഖ്യയുടെ ഏകദേശം പകുതിയോളം ഈ രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിലുണ്ട്. അതുമല്ല, സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ബന്ധമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത്. പക്ഷേ ഈ 20ാം നൂറ്റാണ്ടിൽ അവിടെ ചൈനയിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും ഇന്ത്യയും തമ്മിൽ ഉള്ള ബന്ധം വളരെയധികം മോശമായിരുന്നു. യുദ്ധം വരെ എത്തി. ഇന്ത്യയുടെ കുറെ ഭാഗങ്ങൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അന്നു മുതലുള്ള വലിയ ഒരു അവിശ്വാസ്യത ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണത്. വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണത്. ആ ഒരു അവസ്ഥ മാറാൻ പെട്ടെന്നൊന്നും മാറില്ല. അതിൻ്റെതായ സമയമെടുക്കും. പക്ഷെ ആ സമയം കൊടുത്തുകൊണ്ട് തന്നെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിനുള്ള ശക്തമായ ശ്രമമാണ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായ രീതിയിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്തൊന്നും സമീപകാലത്തൊന്നും അങ്ങനെ കാര്യമായ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വാക്പോരുകളോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടായിട്ടില്ല. കാര്യം ഈ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം ഒരുപാട് ആവശ്യമാണെന്ന്. ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു വിപണിയാണ്. 140 കോടി ജനങ്ങളുള്ള ഒരു വലിയ വിപണിയാണ്. അത് ചൈനയ്ക്ക് ആവശ്യമാണ്. അതുപോലെ ചൈനയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഈ പ്രകൃതി വിഭവങ്ങൾ, പലപ്പോഴും റയർ എർത്ത് മെറ്റൽസ് അങ്ങനത്തെയൊക്കെ എല്ലാം ഏറ്റവും കൂടുതൽ ഇന്ത്യ ആശ്രയിക്കുന്നത് ചൈനയിൽ നിന്നാണ്. അതുപോലെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബാണ്. ലോകത്തിന്റെ ഫാർമസി എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന രാജ്യമാണ്. എന്നാൽ ഇവിടെ വേണ്ട ഈ മരുന്ന് കമ്പനികൾക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ ഏറെയും ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം ഒരു വിദ്വേഷത്തോടു കൂടി പരസ്പരം ആശ്രയിക്കാതെ ഈ രണ്ട് രാജ്യങ്ങൾക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണത്. തീർച്ചയായും ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ചൈനയുമായുള്ള ഒരു ബന്ധം ദൃഢമാകുന്നതിനപ്പുറത്തേക്ക് ട്രംപിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ അമേരിക്കക്കെതിരെ ഒരു പുതിയ ലോകക്രമം ഉയരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാമോ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാര്യം ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഒറ്റ കാര്യം മാത്രം നമ്മൾ വെറുതെ നമ്മുടെ ഒരു സാധാരണ ബുദ്ധിയിൽ നിന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ, റഷ്യ, ചൈന ഈ മൂന്നും പരസ്പരം ചേർന്ന് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ്. ഈ 3 രാജ്യങ്ങൾ തമ്മിൽ ശക്തമായ ഒരു ബന്ധമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകക്രമം മാറും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പരസ്പരം 100% വിശ്വാസ്യതയോടുകൂടിയുള്ള ബന്ധങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലോകത്തിന്റെ സ്ഥിതി ഇങ്ങനെ ആയിരിക്കില്ല. അത് യാതൊരു സംശയമില്ലാത്ത കാര്യം. അമേരിക്ക അവരുടെ ഒരു ശക്തിയും ദൗർബല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണത്.
അവരുടെ അയൽ രാജ്യങ്ങളെന്ന് പറയാനുള്ളത് കാനഡയും മെക്സിക്കോയും മാത്രമാണ്. അത് അവരുടെ വലിയ ശക്തിയാണ്. അവരുടെ സുരക്ഷാ ഭീഷണി കുറവാണ് അങ്ങനെയുള്ള അമേരിക്കയെ സംബന്ധിച്ചോളം. പക്ഷേ ഈ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള കയറ്റുമതി ബന്ധങ്ങൾ മെച്ചപ്പെടുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അതൊരു വലിയ തടസ്സവുമാണ്. എന്നാൽ ഈ അയൽ രാജ്യങ്ങൾ തമ്മിൽ ശക്തമായ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള 3 രാജ്യങ്ങളാണിത്. ലോകത്തിലെ ടോട്ടൽ നാച്ചുറൽ റിസോഴ്സസിന്റെ ഏതാണ്ട് 70-80% ഈ 3 രാജ്യങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പൊ അവർ തമ്മിൽ ശക്തമായ ഒരു കൂട്ടായ്മയും ശക്തമായ ഒരു സൗഹൃദവും ബന്ധവും ഉണ്ടായി കഴിഞ്ഞാൽ ലോകത്തിനെ നിയന്ത്രിക്കാൻ കഴിയും. ഒരു സംശയമില്ലാത്ത കാര്യമാണത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എങ്കിൽ അതിന് നമ്മൾ ഒരു പരിധി വരെ നന്ദി പറയേണ്ടത് ട്രംപിനോട് തന്നെയായിരിക്കും. അയാൾ ഈ സമയത്ത് ഇങ്ങനത്തെ ഈ വിഡ്ഢിത്തങ്ങൾ കിടന്ന് കാണിച്ചു കൂട്ടിയില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ അതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ശക്തമായി തന്നെ നല്ല രീതിയിൽ തന്നെ നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ചരിത്ര കൂടിക്കാഴ്ച ട്രംപിനൊരു മറുപടിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ ഷാബു പ്രസാദ്? ഒപ്പം എന്റെ ചോദ്യം, ഒരു വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് ഇന്ന് സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ടോ താങ്കൾ? ഇല്ല, അങ്ങനെ വമ്പൻ പ്രഖ്യാപനങ്ങൾ ആ ലെവലിലേക്കൊന്നും ആയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 6 വർഷത്തിന് ശേഷമാണ് മോദി ഇപ്പൊ ചൈനയിലേക്ക് പോകുന്നത്. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോവിഡ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വിശ്വാസ്യതയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അവിശ്വാസമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മേജർ ഭീകരമായ ഒരു വലിയ ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണത്. കാര്യം ഈ അവിശ്വാസം എന്ന് പറഞ്ഞാൽ വൺസ് ഇറ്റ് ലോസ്റ്റ്, അതായത് ട്രസ്റ്റ് അത് റീബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുക്കുന്ന കാര്യമാണത്. ഈ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത കാണുന്നു അല്ലേ? ദീർഘകാലാടിസ്ഥാനങ്ങളിലേക്ക് ചർച്ച തുടരും. ഇനിയും വരും. ചിലപ്പോൾ ഇനി ഷീ ജിൻപിങ് അവിടുന്ന് കഴിഞ്ഞ ആൾക്കാർ ഇങ്ങോട്ട് വരും, ഇവിടുന്ന് അങ്ങോട്ട് പോകും. അങ്ങനെ കുറെ നീണ്ടു നിൽക്കുന്ന ഡെലിബറേഷൻസിന്റെ ഒരു വലിയ തുടക്കമാണത്. അതിന് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ട്രംപിനുള്ള മറുപടി എന്നുള്ള ഒരു ഷോർട്ട് ടൈം ഇതൊന്നുമല്ല, ഒബ്ജക്റ്റീവ് അല്ല, വളരെ ലോങ് ടൈം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഒക്കെയാണ് ഇതിന്റെ അകത്തുള്ളത്. അല്ലാതെ ട്രംപ് അങ്ങനെ പറഞ്ഞു എന്നാ ഞങ്ങൾ ചൈന അങ്ങനെയുള്ളൊരു ഇതൊന്നും അല്ല. ഇത് 2 വലിയ മഹാരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമല്ലേ. അതിനെ നമ്മൾ ആ ലെവലിൽ തന്നെ കാണണം. തീർച്ചയായും. വളരെ നന്ദി ശ്രീ ഷാബു പ്രസാദ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് വ്യാജ വാർത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുകയാണ്. ട്രംപിനെ പൊതുവേദികളിൽ കാണാനില്ല എന്നതും വ്യാജ വാർത്ത പ്രചരിക്കാൻ ഒരു സാഹചര്യമാണ്. അതേസമയം അധിക തീരുവയെ നിയമവിരുദ്ധമെന്ന് വിധിച്ച ഫെഡറൽ അപ്പീൽ കോടതി വിധിയെ വിമർശിച്ച് ട്രംപ് സമൂഹമാധ്യമങ്ങളിൽ ശക്തമായി പ്രതികരിച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മു കശ്മീരിലെത്തും. സംസ്ഥാനത്തെ പ്രളയ സാഹചര്യങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും അദ്ദേഹം നേരിട്ട് വിലയിരുത്തുന്നതിനാണ് അവിടെ എത്തുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് അമിത്ഷാ ജമ്മു കശ്മീരിലെത്തുന്നത്. ജമ്മു കശ്മീർ രാജ്ഭവനിൽ ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് നാളെ സമാപനം. പട്ന ഗാന്ധി മൈതാനത്താണ് സമാപന സമ്മേളനം. ജില്ലാ പര്യടനം ഇന്നലെ പൂർത്തിയായിരുന്നു. സമാപന സമ്മേളനം ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി മാറ്റാനാണ് തീരുമാനം. ബീഹാറിൽ നിന്ന് ആരംഭിച്ച യാത്ര വോട്ട് കൊള്ളയ്ക്കെതിരായ രാജ്യവ്യാപക മുന്നേറ്റമായി മാറിയതായി അരയിൽ നടന്ന റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കും. വൈകിട്ട് 4-ന് ആനക്കാമ്പൊയിൽ സെന്റ് മേരീസ് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിക്ക് തറക്കല്ലിടും. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, നമ്മുടെയൊക്കെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അല്ലേ? തീർച്ചയായും നമുക്കറിയാം, ഈ വർഷകാലത്തടക്കം ഈ വയനാട് യാത്ര എന്നത് സഞ്ചാരികൾക്കും അവിടുത്തെ നാട്ടുകാർക്കുമൊക്കെ ഒരു പേടി സ്വപ്നമായി മാറുന്ന ഒരു കാലമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ മാത്രം എത്ര വട്ടമാണ് ആ ചുരത്തിൽ ഗതാഗതം സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും വയനാട് ജനത തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, അവിടേക്കുള്ള വിനോദസഞ്ചാരികളുടെ പോക്കിനെ സാരമായി ബാധിക്കുന്ന സാഹചര്യം. ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് ആനക്കാമ്പൊയിൽ നിന്നും 22 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ വയനാട് എത്താൻ കഴിയുന്ന ഈ പുതിയ പാത ഈ വികസന
പരിപാടികൾക്ക് അല്ലെങ്കിൽ വയനാട് ജില്ലയുടെ സമഗ്ര വികസനത്തിന് തന്നെ ഒരു രാസാഗ്നി പകരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മുതൽ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമായി ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ ഈ പാരിസ്ഥിതിക അനുമതി ലഭിച്ച സാഹചര്യത്തിലാണ് ഈ തുരങ്ക നിർമ്മാണവുമായുള്ള നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. കിഫ്ബിയിലാണ് ഈ പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2134 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. 8.73 കിലോമീറ്ററാണ് ഈ പാതയായി വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൽ ഇരട്ട ടണലുകളായി മാത്രം 8.1 കിലോമീറ്റർ ഉണ്ട്. അതായത് ഏറ്റവും വലിയ ഇരട്ട ടണൽ എന്ന ഒരു ബഹുമതി തന്നെ നമ്മുടെ വയനാട് പാതയെ കാത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം ഈ തുരങ്ക നിർമ്മാണത്തിൽ ഏറ്റവും വൈദഗ്ധ്യമുള്ള രാജ്യത്തെ ഏജൻസിയായ കൊങ്കൺ റെയിൽവേ ആണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. അവരുടെ പ്രാഥമിക നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. വലിയ വീതിയുള്ള അല്ലെങ്കിൽ 4 വരി പാതയാണ് ഈ ടണൽ പാത ക്രമീകരിച്ചിരിക്കുന്നത്. അഗ്നിശമന സംവിധാനം, ടണൽ റേഡിയോ സിസ്റ്റം, ടെലിഫോൺ സിസ്റ്റം, ശബ്ദ സംവിധാനം എന്നിങ്ങനെയുള്ള എല്ലാ ആധുനിക സങ്കേതങ്ങളും അടങ്ങിയ തുരങ്ക പാതയാണ് ഒരുങ്ങാൻ പോകുന്നതും. എന്തായാലും 22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആനക്കാമ്പിൽ നിന്നും വയനാട്ടിലേക്ക് എത്താം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഒപ്പം വന്യമൃഗങ്ങളുടെ ശല്യമോ മറ്റു കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയോ ഒന്നും ബാധിക്കാതെ വയനാട്ടിലേക്ക് എത്താൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായും മനീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നാണ് ഈ തുരങ്കപാത. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പദ്ധതി പൂർത്തിയാൽ കോഴിക്കോട് നിന്ന് വയനാട് വരെയുള്ള ഗതാഗതം അത് സുഗമമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം വിനോദസഞ്ചാര വ്യാപാര മേഖലകൾക്ക് വൻ ഉണർവ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്തായാലും തുരങ്കപാതയുടെ നിർമ്മാണം ആദ്യം തുടങ്ങുക വയനാട് ഭാഗത്തു നിന്നാണ് മനസ്സിലാക്കുന്നത്. അനീഷ്, നമുക്കറിയാം ഇന്ന് എന്തായാലും വൈകുന്നേരമാണ് ഇതിന്റെ ഉദ്ഘാടനം, മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം ഈ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ മറ്റാരൊക്കെയാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാവുക അനീഷ്? രാഷ്ട്രീയ ഭിന്നതകളൊക്കെ മറന്ന് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഈ വയനാട്ടിലെയും കോഴിക്കോട്ടെയും അല്ലെങ്കിൽ കേരളത്തിലെയും രാഷ്ട്രീയ നേതൃത്വം നിലനിൽക്കുന്നു എന്നാണ് ഈ പദ്ധതി ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. വയനാട് MP പ്രിയങ്ക ഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് MP MK രാഘവനുണ്ട്, T സിദ്ദിഖ് MLA ഉണ്ട്, ലിൻഡോ MLA ഉണ്ട്. അങ്ങനെ ഈ മേഖലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഒപ്പം ജനപ്രതിനിധികൾ എന്നിവരെല്ലാം അടങ്ങുന്ന ഒരു സദസ്സാണ് ഉണ്ടാവുക. ഇന്നലെ തന്നെ നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു വികസന പരിപാടികളുമായി മുന്നോട്ടൊക്കെ വരുമ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും പലപ്പോഴും വിമർശനങ്ങളും എതിർ ശബ്ദങ്ങളും ഒക്കെ ഉയരാറുണ്ട്. ഇന്നലെ ഈ T സിദ്ദിഖ് MLA ആണ് ഇതിൻ്റെ പോസ്റ്റർ പുറത്തുവിട്ട് സമഗ്ര വികസനത്തിന് ഉതകുന്ന പദ്ധതിയൊക്കെ എന്ന രീതിയിൽ വിശേഷിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഈ പതിവായി ഉണ്ടാകുന്ന കോലാഹലങ്ങളൊന്നുമില്ലാതെ ഒരു അസ്വാരസ്യങ്ങളും ഇല്ലാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലെ ആശങ്കകളൊക്കെ ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ പൂർണ്ണമായും സ്ഥാനത്താണ്. അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിക്കുകയെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കഴിഞ്ഞിരുന്നു. നേരത്തെ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അതിൻ്റെ ഒരു വ്യാപ്തിയൊക്കെ കണ്ടപ്പോൾ ഇത്തരമൊരു പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന രീതിയിലാവുമോ നിർമ്മാണമെന്ന്, അല്ലെങ്കിൽ ഇത്തരം ഒരു തുരങ്കപാത വരുമ്പോൾ അതിൻ്റെ സമീപ പ്രദേശങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന ആശങ്കയൊക്കെ വരുന്നിരുന്നു. പക്ഷേ അതിനൊന്നും അടിസ്ഥാനമില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇതിലേറ്റവും 5771 മീറ്റർ വനമേഖലയും 2694 മീറ്റർ സ്വകാര്യ സ്ഥലത്തുകൂടിയുമാണ് ഇത് കടന്നു പോകുന്നതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. 33 ഹെക്ടർ ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഇതിൽ വനഭൂമിയുടെ ഏറിയ പങ്കും ഇതിനകം തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. സ്വകാര്യ വ്യക്തികളുടെ ഭാഗത്തുനിന്നും ഏറ്റെടുക്കേണ്ട ഭൂമിയിൽ 90% ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒറ്റക്കെട്ടായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വനഭൂമിയുടെ കാര്യത്തിലാവട്ടെ സ്വകാര്യ വ്യക്തികൾ ഈ ഭൂമി നൽകുന്ന കാര്യത്തിലാവട്ടെ ഒന്നിനും ഒരു അലോസരങ്ങൾ എങ്ങും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം ഈ തുരങ്കപാത ഈ ടണൽ ചെന്ന് കഴിഞ്ഞാൽ അതിനെ വയനാട് മേപ്പാടി കള്ളാടി ചൂരൽമട റോഡുമായി, അതായത് ഒരു സംസ്ഥാന പാതയാണ്, അതുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഒപ്പം ആനക്കാംപൊയിൽ മുത്തൻപുഴ മുറിപ്പുഴ എന്നീ റോഡുകളുമായും ബന്ധിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കപ്പെടുമ്പോൾ സമാന്തരമായ ഒരു പാതയായി തന്നെ ഇത് മാറുന്നു. ചുരം വഴി പോകേണ്ട ആളുകൾക്ക് ചുരത്തിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് ആ രീതിയിൽ വേണമെങ്കിൽ പോകാം. മറുവശത്ത് അത്യാവശ്യമായി വയനാട്ടിലേക്ക് എത്തേണ്ടവർ അല്ലെങ്കിൽ ഈ
പ്രതിബന്ധങ്ങളൊക്കെ താണ്ടി എത്തേണ്ടവർക്ക് ആ വഴി എത്താൻ കഴിയുന്ന ഒരു പാത തന്നെയാവും. നമുക്കറിയാം ഈ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുമ്പോൾ ഈ മൾട്ടി ആക്സിൽ വണ്ടികളൊക്കെ പലപ്പോഴും ചുരത്തിൻ്റെ ഓരോ വളവുകളിലും കുടുങ്ങിക്കിടക്കുമ്പോൾ ആംബുലൻസുകൾക്ക് പോലും അവിടേക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അത് മറികടക്കാനുള്ള ഒരു പാതയാണ്. 8, 10, 12 മണിക്കൂറുമൊക്കെ ചുരത്തിൽ ബ്ലോക്കായി കിടക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വികസന കുതിപ്പിന് വഴിയൊരുക്കുന്ന ഒരു പാത തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും ചടങ്ങ് വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള ഒരു ഒരുക്കത്തിലാണ് മലയോര ജനത. എല്ലാ രാഷ്ട്രീയ ഭിന്നതകളും മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ പദ്ധതിയെ നെഞ്ചിലേറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. തീർച്ചയായും അനീഷ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വയനാട് തുരങ്കപാതയ്ക്കെതിരെ മാവോയിസ്റ്റ് പോസ്റ്റർ. തിരുവമ്പാടി പുല്ലൂരാംപാറയിലാണ് പോസ്റ്റർ ഒട്ടിച്ചത്. പശ്ചിമഘട്ട പ്രദേശങ്ങളെ തകർക്കുന്ന തുരങ്കപാത നിർമ്മാണം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. പിണറായി പോലീസ് മാവോയിസ്റ്റ് വേട്ട അവസാനിപ്പിക്കുക, UAP ചുമത്തി തുറങ്കലിലടച്ച പ്രവർത്തകരെ മോചിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളും പോസ്റ്ററിൽ പറയുന്നുണ്ട്. തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ എറണാകുളം കോതമംഗലത്ത് കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണു. വിച്ചാട്ട് വർഗീസിന്റെ വീട്ടുവളപ്പിലെ കിണറിലാണ് ആനക്കുട്ടി വീണത്. കാട്ടാന പ്രശ്നത്തിന് പരിഹാരം കാണാതെ ആനയെ കയറ്റിവിടുന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. ഇത് കോടപടി പഞ്ചായത്തില് വടക്കുംപാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വിച്ചാട്ട് വർഗീസിന്റെ വീട്ടിലാണ്. കുടിവെള്ള കിണറാണ്. കുടിവെള്ള കിണറ്റിലേക്കാണ് ആന, കൊമ്പനാനയാണ് അടിക്കുന്നത്. ഏകദേശം ഒരു 15 വയസ്സ് പ്രായമുള്ള ആനയാണ്. ഇത് സ്ഥിരം ഇവിടെ ആനപ്രശ്നം ഭയങ്കര രൂക്ഷമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഫെൻസിങ് സംവിധാനങ്ങളൊക്കെ പൊട്ടിക്കിടക്കുകയാണ്, ഇതുവരെ റിപ്പയർ ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ആന കണ്ടി ചാടിയതിന് ഞങ്ങൾക്ക് കേസും സംഭവമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി ഞങ്ങളെ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചൊരു സാഹചര്യമാണ്. കാരണം ഞങ്ങൾക്ക് കിണറിപ്പം തന്നെ ശരിയാക്കി തരാം, എല്ലാം റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് 1 വർഷത്തോളം ആ വീട്ടുകാരും അതിന്റെ പരിസരത്തുള്ള ആൾക്കാരും കുടിവെള്ളം ഇല്ലാണ്ട് കഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത് ഞങ്ങൾ എന്തായാലും അംഗീകരിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജനങ്ങളെ പറ്റിച്ച പോലെ ഇത്തവണ പറ്റിക്കാമെന്നോ 144 പ്രഖ്യാപിച്ച് പേടിപ്പിക്കാമെന്നോ ആരും വിചാരിക്കേണ്ട. ഞങ്ങൾ ഈ ആനയുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കിയിട്ട് മാത്രമാണ് ഇതിനെ ഇവിടുന്ന് കയറ്റിവിടാൻ അനുവദിക്കുകയുള്ളൂ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, നാട്ടുകാരുടെ വലിയ പ്രതിഷേധം അവിടെയുണ്ട്. അവർ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അപ്പോൾ പോലും ഈ ആനക്കുട്ടിയെ അവിടെ നിന്ന് രക്ഷിക്കേണ്ടത്, വളരെ പെട്ടെന്ന് രക്ഷിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാണോ? എന്താണ് ലഭിക്കുന്ന വിവരം അവിടെ നിന്ന്? ഭവ്യ, ഈ കോതമംഗലത്ത് ഇങ്ങനെ ആന കിണറ്റിൽ വീഴുന്ന ഈ അടുത്ത 2 വർഷത്തിനോ അതിന് 1.5 വർഷത്തിന് മുൻപേ തന്നെ നേരത്തെയും മുൻപ് ആന ഇങ്ങനെ കിണറ്റിൽ വീഴുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ കാട്ടാന ശല്യവും അതുപോലെ വന്യമൃഗശല്യവും ഈ മേഖലയിൽ രൂക്ഷമാണ്. അതിനുള്ള നടപടികളൊന്നും ഇതുവരെ വനംവകുപ്പ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ നേരെയുള്ള പ്രതിഷേധം ശക്തമാണ്. അതേസമയം കാട്ടാന കിണറ്റിൽ വീണതുണ്ട്, അതായത് ഈ കുടിവെള്ള കിണറ്റിലേക്കാണ് വീണത്, കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണറ്റിലേക്കാണ് വീണത്. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ സ്ഥലത്ത് എത്താത്തതും പ്രതിഷേധമുണ്ട്. അതേസമയം കാട്ടാന പ്രശ്നത്തിന് പരിഹാരം കണ്ട ശേഷം മാത്രം കുട്ടിയാനയെ ഈ കിണറ്റിൽ നിന്നും കരകയറ്റിയാൽ മതി എന്നുള്ള തീരുമാനത്തിലും നിലപാടിലുമാണ് നാട്ടുകാരിപ്പോൾ ഉള്ളത്. കാരണം നേരത്തെ കോട്ടപ്പടി ഭാഗത്ത് ഇത്തരത്തിൽ ആന കിണറ്റിൽ വീണ് 1 ദിവസം മുഴുവൻ എടുത്തിട്ടാണ് ആനയെ കരകയറ്റി വിടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കിണർ JCB ഒക്കെ കൊണ്ടുവന്ന് ആനയ്ക്ക് കയറാൻ പാകത്തിനൊക്കെ ആയിട്ട് ഇടിച്ച് തകർത്ത ശേഷമാണ് ഈ കാട്ടാനയെ കരകയറ്റി വിടുന്ന സാഹചര്യം ഉണ്ടായത്. അന്നും ഇതുപോലെ നാട് മുഴുവൻ കർഫ്യൂ പ്രഖ്യാപിക്കുകയും, അതായത് ആന ആകെ വിരണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് വഴിക്ക് ഓടും എന്നുള്ള ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടും അത്തരം ആശങ്കയുണ്ടായിരുന്നുകൊണ്ടും നാട് മുഴുവൻ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടായിരുന്നു അന്ന് ആനയെ ഓടിച്ചു വിടാനുള്ള സാഹചര്യം, അല്ലെ ആനയെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടാക്കിയത് അങ്ങനെയാണ്, വഴിയൊരുക്കിയതൊക്കെ അങ്ങനെയാണ്. പക്ഷേ എന്നിട്ടും ഈ 1.5 വർഷത്തിന് ശേഷവും ആ കിണർ പുനർനിർമ്മിക്കാനുള്ള ഫണ്ട് പോലും ഇതുവരെ നൽകിയിട്ടില്ല. മാത്രമല്ല അതിൽ കുറച്ചുപേരെ നാട്ടുകാരെ പ്രതികളാക്കി അന്ന് വനംവകുപ്പ് കേസെടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ ആ സമയത്ത് തന്നെ അവിടെ കാട്ടാന ചവിട്ടിക്കൊന്ന് മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ ഈ പ്രദേശത്ത് ഫെൻസിങ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളൊക്കെ തകർന്നു കിടക്കുന്നതും, അതുപോലെ കിടങ്ങ് നിർമ്മാണം ഇതാക്കിയിട്ടില്ല വീണ്ടും, അതായത് കിടങ്ങിനെ ആഴം കൂട്ടണം എന്നുള്ള ആഴവും വീതിയും കൂട്ടണം എന്നുള്ള ആവശ്യം ശക്തമായിരുന്നു. ഇതൊന്നും നടത്തിയിട്ടില്ല. ഇതിലൊന്നും പരിഹാരവും ഇതുവരെ കണ്ടിട്ടില്ല. അന്നും നമ്മൾ ഈ കോതമംഗലത്തെ പ്രദേശത്തെ ആളുകൾ
അന്നും പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. അതായത് ഒരു ഇല അനങ്ങിയാൽ പോലും അവർക്ക് വീട്ടിനുള്ളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആനയാണോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാട്ടുപോത്താണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വന്യമൃഗമാണോ എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് അവിടെയുള്ള ആളുകളൊക്കെ ജീവിക്കുന്നത്. കൃഷി നശിപ്പിക്കുന്നു, അവരുടെ ജീവിതമാർഗ്ഗങ്ങളൊക്കെ നശിപ്പിക്കുന്നുണ്ട്. ഇതിനൊക്കെ പരിഹാരം വേണം എന്നാവശ്യപ്പെട്ട നാട്ടുകാർ വലിയ പ്രതിഷേധമായിരുന്നു ആ ഒരു സാഹചര്യത്തിലും. ഈ ഒരു പ്രതിഷേധത്തിന് പരിഹാരം കാണാൻ ഇതുവരെയും വനംവകുപ്പിനെ കൊണ്ടായില്ല എന്നുള്ള ഒരു രൂക്ഷ വിമർശനമാണ് നാട്ടുകാരുടെ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആനയെ കയറ്റാനുള്ള ശ്രമം നടത്തണമെങ്കിൽ പോലും വന്യജീവി പ്രശ്നത്തിന് പരിഹാരം കാണാതെ, അതിന് കൃത്യമായ പരിഹാരം കാണാതെ നടക്കില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ നാട്ടുകാർ. ഭവ്യ, ശരി, എന്തായാലും വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് നടക്കുന്നത്. കോതമംഗലത്ത് കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണു. പക്ഷേ ആനയുടൻ കര കയറ്റില്ല. വലിയ തരത്തിൽ തങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ടതിലൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നാട്ടുകാരുടെ ആവശ്യം അത് ന്യായമാണ്. പക്ഷെ അതേസമയം തന്നെ ആ കാട്ടാനക്കുട്ടി അവിടെ നിന്ന് കിണറ്റിൽ നിന്ന് രക്ഷിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. എന്തായാലും വലിയ പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്താത്തതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മീനാക്ഷിപുരത്ത് ആദിവാസി ശിശു മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങി മരിച്ചു. പാർത്ഥിപൻ സംഗീത ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള പെൺകുഞ്ഞാണ് മരിച്ചത്. ഇന്നലെയാണ് സംഭവം. പാൽ നൽകുന്നതിനിടെ അനക്കമില്ലെന്ന് കണ്ടപ്പോൾ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് കുഞ്ഞ് മരിച്ചു. കുഞ്ഞ് പോഷകാഹാരക്കുറവ് നേരിടുന്നതായി കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. 2 വർഷം മുൻപ് ദമ്പതികളുടെ ആദ്യ പെൺകുഞ്ഞ് സമാന രീതിയിൽ മരിച്ചിരുന്നു. നമ്മളിനി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സപ്ലൈകോക്ക് നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തതിനെ തുടർന്ന് ഓണത്തിന് പട്ടിണി സമരത്തിനൊരുങ്ങി പൊന്നാനിയിലെ കോൾ കർഷകർ. പൊന്നാനിയിലെ 3000-ഓളം കോൾ കർഷകർക്ക് മാത്രം 18.5 കോടിയോളം രൂപ നെല്ല് സംഭരിച്ച വകയിൽ ലഭ്യമാകാനുണ്ട്. കേന്ദ്രത്തെ പഴിച്ച സർക്കാർ കൈ കഴുകുമ്പോൾ ഓണക്കാലം പട്ടിണിയിലാകുമെന്ന ദുരിതത്തിലാണ് കർഷകർ ഉള്ളത്. ഈ ദുരിതം തന്നെയാണ് ഈ കർഷകർ പങ്കുവെക്കുന്നതും. മെയ് മാസത്തിൽ സംഭരിച്ച നെല്ലിന്റെ വില ആഗസ്റ്റ് മാസം കഴിഞ്ഞിട്ടും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലാവരും സമൃദ്ധമായി ഓണം ആഘോഷിക്കുമ്പോൾ നാടിന് അന്നമൂട്ടിയവർ പട്ടിണി സമരത്തിന് ഒരുങ്ങുകയാണ്. പൊന്നാനി കോൾ മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കോലോത്തുംപാടം പടവിൽ. ഇവിടുത്തെ തന്നെ ഏറ്റവും വലിയ പാടശേഖരമാണ്. ഈ നിറഞ്ഞു കിടക്കുന്നതൊക്കെ ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ വെള്ളമല്ല, കർഷകരുടെ കണ്ണീരാണ്. കാരണം ഇവരിൽ നിന്ന് സംഭരിച്ച നെല്ലിൻ്റെ വില മാസങ്ങൾക്കിപ്പുറവും ഇവർക്ക് ലഭിച്ചിട്ടില്ല. മെയ് 20-ാം തീയതി സംഭരണം പൂർത്തിയായതാണ്. ഓഗസ്റ്റ് പൂർത്തിയാകുമ്പോഴും ഇവരുടെ നെല്ലിൻ്റെ വില ഇപ്പോഴും കിട്ടാക്കനിയായിട്ട് കിടക്കുകയാണ്. 33,000-ത്തിലധികം ടൺ നെല്ലാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ സംഭരിച്ചത്. അതിൽ തന്നെ ഏറ്റവും അധികം നെല്ല് നൽകിയത് പൊന്നാനി മേഖലയാണ്. 12,000 ടണ്ണിലധികം നെല്ല് ഇവിടുന്ന് സംഭരിച്ചു. എന്നാൽ ഇവർക്ക്, അതായത് ഇവിടെ നെല്ല് നൽകിയ ഏകദേശം 3000-ഓളം കർഷകർക്കായിട്ട് 18.5 കോടി രൂപയാണ് ലഭിക്കേണ്ടത്. അത് ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണക്കാലം ഈ കർഷകരെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച കാലമാണ്. വറുതിയുടെ കാലമാണ്. പട്ടിണിയുടെ കാലമാകുമോ എന്ന ആശങ്കയിലാണ്. കർഷകർക്ക് പറയാനുള്ളത്, സർക്കാരിനാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വമുള്ളത്. സപ്ലൈകോക്കെയാണ് ഞങ്ങൾ നെല്ല് നൽകിയത്. അപ്പോൾ അതിൻ്റെ പണം നൽകാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനും സപ്ലൈകോക്കാണുള്ളത്. കേന്ദ്രം നൽകിയില്ല എന്ന ന്യായം പറഞ്ഞല്ല ഒഴിഞ്ഞു മാറേണ്ടതെന്നാണ് കർഷകർ പറയുന്നത്. ഞാൻ 15 ഏക്കർ പണിയെടുക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് മൊത്തം എത്ര 15 ഏക്കർ 83 നടക്കുന്ന അത്രയും നെല്ല് അതിന് 2500 ഏക്കർക്ക് നെല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരും ഓണത്തിന് ഓണക്കോടി കുട്ടികൾക്ക് എടുത്തു കൊടുക്കണം. നമ്മൾ നേരം വിളിച്ചാൽ ബാങ്കിലേക്ക് ഓടണം. കർഷകൻ്റെ കണ്ണീരായിട്ട് ഇതുവരെ 5 പൈസ സർക്കാരിൽ നിന്നോ ബാങ്ക് ലോണോ തരുന്നില്ല. ഈ കിട്ടാനുള്ള പൈസ കിട്ടാനുള്ള പൈസ മാത്രം പ്രശ്നം. എന്ത് നമുക്ക് തരുമ്പോൾ നമ്മളൊരു കടക്കാരനാക്കിയിട്ട് തരിക. എന്നാൽ നേരിട്ട് അക്കൗണ്ടിൽ വരെ വെച്ചുകൂടെ, അതും ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് ബന്ധപ്പെട്ട MLA ആരൊക്കെതിരെ ഇടപെട്ട് എന്തെങ്കിലും ചെയ്താൽ നന്നായിരുന്നു മാത്രമേ അപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ 8 ഏക്കർ പണിയെടുക്കുന്നുണ്ട്. ഇത് പാട്ടത്തിനടുത്താണ് കുറേക്ക. ബാക്കിയുള്ള കുറച്ച് എൻ്റെ ഉള്ളൂ. ഇതിൻ്റെ പൈസയും എനിക്ക് ഇതുവരെ ഒരു പൈസയും കിട്ടിയിട്ട് പോകുന്നത്. അതായത് മേടിച്ച് വെച്ചിട്ടില്ല. ഇപ്പോഴും അവർ ബാങ്കുകാർ പറയുന്നത് 20-ാം തീയതി വരെയുള്ള കാശ് തന്നെ ഇതുവരെ കൊടുക്കാൻ കിട്ടിയിട്ടില്ല. ബാക്കി 20-ാം തീയതി ശേഷമുള്ള അവർ പറഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വീട്ടിലിരിക്കുകയാണ്. ഞാൻ 3 ഏക്കർ പണിയെടുത്തിട്ടുണ്ട്. ബാങ്കിൽ ചെല്ലുമ്പോൾ ആയില്ല എന്നാണ് പറയുന്നത്.
ഇതുവരെ ഒരു പൈസ കാരണമില്ല, ഒരു ബില്ലും വാങ്ങുന്നില്ല, ഒന്നുമില്ല. സർക്കാർ പറഞ്ഞു കേന്ദ്രത്തിന്റെ കാശ് കിട്ടുന്നില്ല എന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞു. സർക്കാർ നമ്മൾ കേന്ദ്രത്തിന് കൊടുത്തില്ലല്ലോ, സപ്ലൈക്കോക്കാണ് എല്ലാം കൊടുത്തിക്കണേ. സപ്ലൈക്കോല്ലേ നമുക്ക് കാശ് തരണ്ടേ. അവര് തന്നെ സമരം ചെയ്യാൻ പാടില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കും, നിങ്ങൾ പഠിച്ച് ജയിലിലിടണം, ഇങ്ങനെയൊക്കെ പേടിപ്പിക്കുക. ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ നല്ലൊരു വിളവെടുത്ത കാലമാണ് കഴിഞ്ഞു പോയത്. പക്ഷേ അതിന്റെ നെല്ലിന്റെ വിലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴും നമുക്ക് സങ്കടം മാത്രമാണ് ബാക്കിയുണ്ടാവുന്നത് അല്ലേ? എല്ലാ പ്രാവശ്യം കർഷകനാണ് തന്നെയാണ്, സങ്കടം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എന്നതിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ കൂടുതലൊന്നുമില്ല, എന്നെ 4500 കിലോ നെല്ല് കയറ്റിയിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്. അതൊന്നും പിന്നെ ഗവൺമെന്റോ അല്ലെങ്കിൽ അധികാരികളോ ഒന്നും 1,00,000 ചില്ല മേലുണ്ട്, 1,00,000 മേലുണ്ട് കിട്ടാൻ എനിക്ക്. ഈ ഓണക്കാലം എന്ത് ചെയ്യും? അതന്നെ പറയും, എല്ലാവരും പ്രശ്നങ്ങൾ അതാണ്. ഓണക്കാലം കർഷകരെ മാത്രം ഇങ്ങനെ ചവിട്ടി താത്തുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ്. അത് ഗവൺമെന്റും അധികാരികളും കാണണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാറുള്ളൂ. ഇതിനു പുറമെ ഒരു സമരത്തിന് കൂടി വേണ്ടി വന്നാൽ സമരത്തിന് ഇറങ്ങേണ്ട സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു. പോരാടം ദിവസം വരേക്കും പണം അക്കൗണ്ടിൽ വന്നില്ലെങ്കിൽ ഉത്രാട ദിനം അത് പട്ടിണി സമരത്തിന്റെ ആകും, ഉപവാസ സമരത്തിന്റെ ആകുമെന്നാണ് കർഷകർ പറയുന്നു. സമരത്തിലേക്ക് പോകല്ലാണ്ട് വേറെ മാർഗമില്ലല്ലോ. പിന്നെ ആരോടും ചോദിച്ചാൽ കൃത്യമായ ഒരു മറുപടി ലഭിക്കാതിരിക്കുകയും പണം ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്ക് പോകണം? പണം തരേണ്ട ആളുകൾ, ബാധ്യതപ്പെട്ട ആളുകൾ, നമ്മൾ ഉൽപ്പന്നം കൊണ്ടുപോയ പണമാണ് ചോദിക്കുന്നത്, ഔദാര്യമല്ല. ഔദാര്യം ചോദിച്ചില്ല, നമ്മുടെ ഉൽപ്പന്നം കൊണ്ടുപോയി ആ ഉൽപ്പന്നത്തിന്റെ വിലയാണ് ചോദിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രതിസന്ധി കൂടി കർഷകർ പങ്കുവെക്കുന്നുണ്ട്. ഇനി മുതൽ നെല്ല് നൽകുമ്പോൾ അതിന്റെ പണം നൽകാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന ഒരു നോംസ്, ഒരു കണ്ടീഷൻ കൂടി സപ്ലൈകോ രേഖപ്പെടുത്തുന്നുണ്ട്, കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൂടി അംഗീകരിച്ചാലേ നെല്ല് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അതായത് സംഭരിച്ച നെല്ലിന്റെ പണം അവർക്ക് എപ്പോൾ നൽകാനാകുമെന്ന് പറയുന്നില്ല, അത് ചോദിക്കാൻ കർഷകന് അവകാശവുമില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ ഒരു നോംസും കൂടി സപ്ലൈകോടെ സൈറ്റിൽ ഞങ്ങൾ മിഞ്ഞാന്നൊക്കെ കയറി നോക്കുന്നുണ്ട്. അതായത് 2025-26 നെല്ലിന്റെ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ അതിലൊരു സാധനം വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, നെല്ല് സപ്ലൈകോ കൊണ്ടുപോയാൽ നെല്ലിന്റെ പൈസ കൊടുക്കാൻ സപ്ലൈകോ ഉത്തരവാദിത്തമല്ല. കാരണം ഇത് കേന്ദ്ര ആവിഷ്കൃത ഒരു പദ്ധതി എന്ന നിലയ്ക്ക് അവരും സംസ്ഥാന ഗവൺമെന്റ് എന്നാണോ പൈസ തരുന്നത് അന്നേ ഞങ്ങൾ പൈസ തരുള്ളൂ എന്നുള്ള അതൊരു എന്ത് ന്യായമാണ്? അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്യാൻ സൈറ്റിൽ പറ്റില്ല. അപ്പോൾ അതും സത്യത്തിൽ നമ്മൾക്ക് ഭാവിയിൽ ഇനി ഒരാൾക്കും ഉത്തരവാദിത്തമില്ല എന്ന രീതിയിലാണ്. ഓണക്കാലം എല്ലാവർക്കും സമൃദ്ധിയുടെയാണ്, അത് എല്ലാവരും ആഘോഷിക്കുന്ന കാലമാണ്. പക്ഷേ എല്ലാവർക്കും നെല്ല് നൽകിയ കർഷകർ, ഊണ് കഴിക്കാൻ ഉള്ള അരി നൽകിയ കർഷകർ, അവരാണ് ഇവിടെ പട്ടിണികളായിരിക്കുന്നത്, പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഏത് ന്യായം പറഞ്ഞാലും, കേന്ദ്രത്തെ പഴിച്ചാലും സംസ്ഥാനത്തെ പഴിച്ചാലും, ഇതിന് സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ അത് കൃത്യമായി എടുക്കാതിരുന്നാൽ കർഷകർക്ക് ഈ ഓണം ദുരിതത്തിൻ്റെയാകും, അവർക്കത് പട്ടിണിയുടെയാകും. കാരണം അവർ ചേറിൽ ചവിട്ടി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചോറുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിന് അവരോട് അല്പം കൂടി ദയ കാണിക്കുക കൂടി വേണം. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കർഷകർ ചേറിൽ ചവിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ചോറിൽ കൈവയ്ക്കുന്നത് എന്ന് പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ തന്നെ മന്ത്രിയാണ്. ഇപ്പോഴിതാ ഒരു സമൃദ്ധമായ ഒരു ഓണക്കാലം വരുമ്പോൾ, എല്ലാവരും സമൃദ്ധമായി ആ ഓണം ആഘോഷിക്കുമ്പോൾ, നമുക്ക് ആ അന്നം തന്ന നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ, ആ ഓണം അവർക്ക് ദുരിതപൂർണ്ണമാവുകയാണ്. അത് എന്ത് ന്യായം പറഞ്ഞാലും, എന്ത് തൊടുന്യായം പറഞ്ഞാലും, കേന്ദ്രത്തിനെയായാലും സംസ്ഥാനത്തിനെ പഴിച്ചാൽ പോലും അതിന് ഉത്തരമില്ല. അവർക്ക് കൃത്യമായ പരിഹാരം, അവർ നൽകിയ നെല്ലിനുള്ള വില ലഭിച്ചേ മതിയാകൂ. കർഷകൻ ജയന്തൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയന്തൻ, നിങ്ങളുടെ ബുദ്ധിമുട്ട് അത് ന്യൂസ് 18 മനസ്സിലാക്കുകയാണ്. കൃത്യമായി ഈ പ്രശ്നം ഞങ്ങൾ മന്ത്രിയിലേക്ക്, ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കുമെന്നൊരു ഉറപ്പ് ആദ്യം തന്നെ നൽകട്ടെ. എങ്ങനെയാണ് ചേട്ടാ ഈ വർഷത്തെ ഓണം? ഈ വർഷത്തെ ഓണം ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം നെല്ല് സംഭരിച്ച് കൊണ്ടുപോയി ഈ പണം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കുടുംബത്തെ പശ്ചാത്തലം എല്ലാവരും ആഘോഷമായിട്ട് നടത്തുന്ന ഒരു സമയത്താണ് നെൽകൃഷി ചെയ്ത കർഷകർ സർക്കാരിന്റെ ഈ നമ്മുടെ ഭാഗമായി വരുന്ന സർക്കാർ ഇത്തരം മേഖലയിലുള്ള ഈ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അത് കേന്ദ്ര ഗവൺമെന്റ് നൽകിയില്ല, സംസ്ഥാന ഗവൺമെന്റ് നൽകിയില്ല എന്നുള്ള കാര്യങ്ങളല്ല കർഷകനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകൻ കൊടുത്ത ഉൽപ്പന്നത്തിന്റെ വില നൽകാൻ ബാധ്യതപ്പെട്ട ആളുകൾ സമയബന്ധിതമായിട്ട് നൽകാതെ ഒഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്ത് ഭാഗത്തിന്റെ ഭാഗമാണെന്ന്
കർഷകർക്ക് തീരെ മനസ്സിലാവുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നെല്ല് കൊണ്ടുപോയാൽ പണം കിട്ടണം. ഇനിയിപ്പോ ഈ പണം തന്നെ തരുന്നത് TRS വായ്പയായിട്ടാണ്. കർഷകന്റെ ഉൽപ്പന്നം കൊണ്ടുപോയിട്ട് കർഷകൻ വായ്പ വാങ്ങേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റം തന്നെ. അത് തന്നെ തെറ്റായ മാർഗമാണ്. ഈ കർഷകർക്ക് കൊടുക്കാനുള്ള പണം അടിയന്തിരമായി കൊടുക്കാനുള്ള സാഹചര്യം ഗവൺമെന്റ് ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതായത് ഈ നൽകിയ നെല്ലിന്റെ പണത്തിന് വേണ്ടി സമരത്തിന് ഒരുങ്ങേണ്ട ഒരു ഗതികേടിലാണ് നിങ്ങളിപ്പോൾ, അല്ലേ? അതെ അതെ, ഞങ്ങള് കൊടുത്ത നെല്ലിന്റെ വില കിട്ടാൻ വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്. കൃഷി ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ കൃഷി ചെയ്യും. പക്ഷെ കൃഷി കൊടുത്തു കഴിഞ്ഞാൽ ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് സമരം ചെയ്യണം എന്നുള്ള വിരോധാഭാസം വേറെ ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കിയ ഉൽപ്പന്നം കൊണ്ടുപോയിട്ട് ആ പണം കിട്ടാൻ വേണ്ടി നമ്മൾ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ. അത് മാസങ്ങൾ കഴിഞ്ഞു. ഏകദേശം 4 മാസത്തോളമായി ഈ പണം ലഭിക്കാൻ വേണ്ടി കർഷകർ കാത്തിരിക്കുന്നു. അതായത് മെയ് മാസത്തിൽ നിങ്ങൾ നൽകിയ നെല്ലിന്റെ വിലയാണ് ഇപ്പോഴും കിട്ടാത്തത്, അല്ലെ? ആഗസ്റ്റ് മാസം കഴിയാറായി. അതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് മാസത്തില് കൃഷി എപ്പോഴാണോ ഉൽപാദനം വിളവെടുക്കുന്നത് ആ സമയത്താണല്ലോ ഇത് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാറി മാറി വരുന്ന സർക്കാരുകളുടെ ചുമതലയാണ് നമ്മുടെ നെൽകൃഷി നിലനിർത്തുക എന്നുള്ളത്. 8 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഉണ്ട്. ഇപ്പോൾ 2 ലക്ഷത്തിൽ താഴെ ഹെക്ടർ കൃഷിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ സംരക്ഷിച്ചെടുക്കാൻ നമുക്ക് ആവുന്നില്ലെങ്കിൽ വളരെ പരാജയമാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് മാത്രമേ കാർഷിക മേഖലയെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. ഓണത്തിന് ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ഓണത്തിന് മുൻപ് ഈ തുക കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ഓണത്തിന് മുമ്പ് ഇനിയിപ്പോ ഈ തുക കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തണം എന്ന് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പറയുണ്ടായെങ്കിലും നമുക്ക് ഇന്നിപ്പോ ഞായറാഴ്ചയാണ്, അവധിയാണ്. ഇനി തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസമാണ് ഇനി ഉള്ളത്. ഈ 3 ദിവസത്തിനുള്ളിൽ ബാങ്കുകളിൽ PRS വായ്പയ്ക്ക് വേണ്ടി രേഖകൾ സബ്മിറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കുന്നതിനും പണം കർഷകർക്ക് കൊടുക്കുന്നതിനുള്ളൊരു സമയം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോ ഈ സമയമില്ലാത്ത സമയത്ത് ഇത്രയും എത്തിച്ച് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനം, അത് കർഷകരോടുള്ള സമീപനം മാറ്റണം എന്നുള്ളതാണ് അഭ്യർത്ഥന. ഇത്തരം 4 മാസമായി ഞങ്ങൾ നൽകിയ നെല്ലിന് ഇതുവരെ പൈസ അല്ലെങ്കിൽ ക്യാഷ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അധികൃതരെ നിങ്ങൾ അറിയിച്ചിരുന്നു? അവരിതൊക്കെ അറിഞ്ഞിരുന്നു? വളരെ കൃത്യമായി അധികൃതർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്ത് മറുപടിയാണ് നൽകിയത്? മറുപടി നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണല്ലോ, നീട്ടി കൊണ്ടുപോകുക, തരും. അപ്പൊ ബഹളം വരുമ്പോൾ കുറച്ചു പേർക്ക് കൊടുക്കും, പിന്നെ വീണ്ടും ബഹളം വരുമ്പോൾ കുറച്ചു പേർക്ക് കൊടുക്കും. ഈ ഒരു സമീപനം മാറണം. ഈ കാർഷിക മേഖലയെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന സർക്കാരുകളാണെങ്കിൽ ആ സർക്കാരുകൾ കൃഷിക്കാരന്റെ പ്രയാസം മനസ്സിലാക്കണമെന്നാണ് ഈ സമയത്ത് പറയാൻ. തീർച്ചയായും വളരെ നന്ദി ശ്രീ ജയന്തൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും എല്ലാവരും സമൃദ്ധമായി ഓണം ആഘോഷിക്കുമ്പോഴാണ് നാടിന് അന്നമൂട്ടിയവർ പട്ടിണി കിടക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മളേറെ വേദനിപ്പിക്കുന്നത്. പൊന്നാനിയിലെ 3000-ഓളം കോൾ കർഷകർക്ക് മാത്രം 18.5 കോടിയോളം രൂപയുടെ നെല്ല് സംഭരിച്ച വകയിൽ തുക ലഭിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ മറ്റെല്ലാവരും ഓണം ആഘോഷിക്കുന്നു, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തായാലും കേന്ദ്രത്തെയാണ് സംസ്ഥാന സർക്കാർ പഴിക്കുന്നത്. ഇപ്പോൾ പക്ഷേ ആര് പരസ്പരം പഴിച്ചാൽ പോലും പട്ടിണി കിടക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ നൽകിയ നെല്ലിനുള്ള തുക ലഭിച്ചേ മതിയാകൂ, സർക്കാർ ഇടപെട്ടേ മതിയാകൂ. ഇനി ഓണത്തിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. മറ്റെല്ലാ മേഖലയിലുള്ളവരും ഓണത്തിന് ബോണസ് അടക്കം ഓണബത്ത അടക്കം നൽകുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ, സാധാരണക്കാരായ കർഷകർ പട്ടിണി കിടക്കുന്നുള്ള കാര്യമാണ് ഓർമ്മിക്കേണ്ടത്. വളരെ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയക്കെതിരായുള്ള ആക്രമണത്തിൽ വധശ്രമത്തിന് കേസെടുത്ത പോലീസ്. കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമം തുടങ്ങിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. സംഘം ചേർന്ന് ആക്രമിക്കൽ, മാരകമായ മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തി. ഇന്നലെ രാത്രി തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ചാണ് ഷാജൻ സ്കറിയ ആക്രമിക്കപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇരകളുടെ മൊഴി രേഖപ്പെടുത്തൽ നടപടികൾ അടുത്ത ദിവസം തുടങ്ങും. പരസ്യ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയ 3 പേരുടെ മൊഴിയാകും ആദ്യം രേഖപ്പെടുത്തുക എന്നാണ് സൂചന. യുവതി ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തിയ ശബ്ദ സംഭാഷണം കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണം നടക്കും. കേസുമായി ബന്ധപ്പെട്ട പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നീക്കം.
കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസിലെ പ്രതി അനൂപ് മാലിക്കിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടെ കാഞ്ഞങ്ങാട് നിന്ന് ഇന്നലെയാണ് അനൂപ് മാലിക് അറസ്റ്റിലായത്. കർണാടകത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അറസ്റ്റ്. ഇയാളുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി സ്ഫോടനം നടന്ന വീട്ടിലെത്തിച്ച് ഇന്ന് തെളിവെടുപ്പിനും സാധ്യതയുണ്ട്. ഇനി വാർത്തകൾ വിശദമായി പരിശോധിക്കേണ്ട സമയമാണ്. 10 മണിയിൽ ടി ജി സജിത്ത് ന്യൂസ് ടെൻസിൽ ചേരും. നമസ്കാരം.